ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും നമ്മളിത് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയാൽ നമ്മളത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആ ഒരു നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റ് പറയാം കേട്ടോ എത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള വെള്ളം 1 കപ്പ് വെള്ളം തികച്ചെടുത്തിട്ടില്ല. 1 കപ്പിന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഞാനിതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ മുഴുവൻ മാവും ഈ ഒരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ അടപ്പിന് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പട കമ്പി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അത് വെച്ചിട്ടൊന്ന് ഹോളാക്കിയതാണ്. ഹോൾ ഒരുപാട് വണ്ണത്തിലാവരുത്, ഈ ഒരു വണ്ണത്തിൽ തന്നെ മതി. ഇനി നല്ല ചൂടായിട്ടുള്ള പാനിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവിൻ്റെ ബോട്ടിൽ പിടിക്കുമ്പോൾ നേരെ കുത്തനെ തന്നെ പിടിക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു വീതി ഒന്നും കൂടി പോവാതെ ആ ഒരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. 1 കപ്പ് മാവൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് നൂഡിൽസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്യുക കേട്ടോ. ഒരുപാട് ദിവസമൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എന്നാലൊരു 2 ദിവസമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അത്രയൊക്കെ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള നൂഡിൽസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടറും എടുക്കാം കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുത്താലും കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിലൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പോളം ഫ്രോസൺ പീസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇഷ്ടമുള്ള അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ ഒരു പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നൂഡിൽസിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു പച്ചക്കറികളിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവെ പച്ചക്കറികളൊന്നും കടിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു ക്യാരറ്റും ഫ്രോസൺ പീസും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇതെല്ലാം പച്ചക്കറികളൊക്കെ ഒന്ന് ഇതുപോലെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും
1/4 ടീസ്പൂണ് ഡ്രൈ ജിഞ്ചർ പൗഡറും 1 ടീസ്പൂണ് ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ ഒക്കെ അളവിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒക്കെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിലോ അല്ലെങ്കിൽ സോസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഹോം മെയ്ഡ് നൂഡിൽസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്